ഗൂഗിൾ പേയിൽ എമൗണ്ട് സെറ്റ് ചെയ്ത ഒരു QR കോഡ് എങ്ങനെ മറ്റൊരാൾക്ക് അയച്ചു കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാം എന്നാണ് ഈ ഒരു വീഡിയോ കാണിച്ചിരുന്നത്. എന്തിനാണ് എമൗണ്ട് സെറ്റ് ചെയ്ത QR കോഡ് അയക്കുന്നത്? സാധാരണ QR കോഡ് അയച്ചാൽ പൈസ വാങ്ങാൻ പറ്റില്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായും സാധാരണ QR കോഡ് അയച്ചാലും പൈസ വാങ്ങാൻ സാധിക്കും. ഇപ്പോൾ ഒരാൾ നിങ്ങൾക്ക് ഒരു 150 രൂപയാണ് തരാനുള്ളതെന്ന് കരുതുക. നിങ്ങൾ സാധാരണ QR കോഡ് അയച്ചു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ 100 രൂപയ്ക്ക് അടുത്തുള്ളതായിരിക്കും. പക്ഷേ നിങ്ങൾ ഒരു QR കോഡ് സെറ്റ് ചെയ്തിട്ട് 150 സെറ്റ് ചെയ്ത് അയച്ചു കൊടുത്താൽ അയാൾ സ്കാൻ ചെയ്യുമ്പോൾ 150 തന്നെ അതിനകത്ത് കാണിക്കും. 150 രൂപ കൃത്യമായി കൈയിടാൻ സാധിക്കും. ഇത് ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുന്നത് വെച്ചാൽ പ്രത്യേകിച്ച് കച്ചവടക്കാർക്കൊക്കെയാണ്. നിങ്ങൾ ഒരു കടയിൽ ഒരു 200 രൂപ ഫിക്സഡ് റേറ്റുള്ള ഒരു സാധനം വിൽക്കാൻ വെക്കുന്നത്, ആ കടയിൽ അത് മാത്രമാണ് അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾ 200 രൂപയുടെ ഒരു QR കോഡ് സെറ്റ് ചെയ്ത് അവിടെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൃത്യമായി 200 രൂപയോടെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലാതെ QR കോഡ് വേറെ QR കോഡ് വെച്ചിട്ട് ആൾക്കാരെ എമൗണ്ട് തെറ്റിച്ചടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ അതുപോലെ തന്നെ അതായത് സാഹചര്യങ്ങൾ അത് ഏതൊക്കെ സാഹചര്യങ്ങളിൽ യൂസ്ഫുൾ ആവുമോ ആ സാഹചര്യങ്ങളിൽ ഒരു എമൗണ്ട് സെറ്റ് ചെയ്ത QR കോഡ് അയച്ചു കൊടുക്കാം. ആ QR കോഡ് നിങ്ങളിപ്പോൾ എത്ര എമൗണ്ടാണ് സെറ്റ് ചെയ്യുന്നത് സ്കാൻ ചെയ്യുന്ന ആൾക്ക് കൃത്യം അവരുടെ ഫോണിൽ ആ ഒരു എമൗണ്ട് തന്നെ കാണിക്കും. ആ ഒരു എമൗണ്ടിലേക്ക് പേയ്മെൻറ്റ് എത്താൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോ കാണിച്ചത്. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ ഗൂഗിൾ പേ തുറക്കുക. മുകളിൽ വലതുവശത്ത് നിങ്ങളുടെ ഒരു പ്രൊഫൈലിൻ്റെ ഐക്കൺ ഉണ്ടായിരിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നേരെ താഴെ വരുമ്പോൾ യുവർ QR കോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതെടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഒരു QR കോഡ് ഇവിടെ കാണാൻ സാധിക്കും. ഈ QR കോഡിലേക്ക് പണം അയച്ചാലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് വരിക. പക്ഷേ ഇവിടെ നമുക്ക് എമൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കിതിനകത്ത് എങ്ങനെ എമൗണ്ട് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതായത് മുകളിൽ കാണുന്ന ഒരു 3 കുത്തുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റ് എമൗണ്ട് എന്നുള്ളത് കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് എമൗണ്ട് സെറ്റ് ചെയ്യാം. ഞാനിവിടെ 150 എന്ന് സെറ്റ് ചെയ്യുന്നു. ഇതിന് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇത് എമൗണ്ട് സെറ്റ് ചെയ്തൊരു QR കോഡ് ആയിട്ടുണ്ട്. നമുക്ക് ഈ കാണുന്ന ഒരു ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു QR കോഡ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഗാലറിയിൽ ആ ഒരു QR കോഡ് സേവ് ആയിട്ടുണ്ടാകും. ആ ഒരു QR കോഡ് നിങ്ങൾ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ആ QR കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു എമൗണ്ട് സെറ്റ് ചെയ്ത QR കോഡായിരിക്കും വരിക. നിങ്ങൾ ഈ QR കോഡ് വാട്സാപ്പ് മുഖേന ഒരാൾക്ക് അയച്ചു കൊടുത്തു. അയാൾ എങ്ങനെയായിരിക്കും ഈ QR കോഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്? സാധാരണ ഇതിൽ ചെയ്യുന്ന പോലെ സ്കാൻ എനി QR കോഡ് എന്നുള്ളതിൽ എടുക്കുന്നു. അവിടെ അപ്ലോഡ് ഫ്രം ഗാലറി എന്നുണ്ടായിരിക്കും, അത് കൊടുക്കുന്നു. നിങ്ങൾ അയച്ചു കൊടുത്ത QR കോഡ് ഗാലറിയിൽ നിന്നും അയാൾ ചൂസ് ചെയ്യുന്നു. അയാൾ ചൂസ് ചെയ്യുന്ന സമയത്ത് കണ്ടോ ആ 150 രൂപയുടെ എമൗണ്ട് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിക്ക് എമൗണ്ട് സെറ്റ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റുകൾ ചെയ്യാവുന്നതാണ്, പേയ്മെൻറ്റുകൾ വാങ്ങാവുന്നതാണ്.